ഭഗവത്ഗീത സീരീസ് കഴിഞ്ഞപ്പം ഭഗവത്ഗീത ന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും ഭഗവത്ഗീത ഞാനൊരു റിലീജിയസ് ബുക്കായിട്ടല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കായിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഭയങ്കര കോറായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയ 3 കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന്. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ബട്ട് ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ലൈഫിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ നിന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭഗവത്ഗീത സീരീസിൽ കണ്ടു 18 ചാപ്റ്റർ ആണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല നമ്മളോട് എല്ലാവരോടും പറയുന്നതാണ്. അപ്പം അതിൽ ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നിയത് ചാപ്റ്റർ 2 പറയുന്നത്, നമുക്ക് നമ്മുടെ നമ്മളൊരു കർമ്മം ചെയ്യുമ്പം അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്ട് ആ കർമ്മം ചെയ്യുമ്പം അതിൻ്റെ ഒരു ഓണസ്റ്റി, അതിൻ്റെ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. ശരിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ പറയുവാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലിവിങ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഒരു കാര്യം ചെയ്യുമ്പം അത് കഴിഞ്ഞ് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് ആലോചിച്ച് വിഷമിച്ച് സ്ട്രെസ് ചെയ്ത് ഇരിക്കാണ്ട് ഇന്നത്തെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് നന്നായിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരുന്നില്ല, ഓഫ് കോഴ്സ്, ബിക്കോസ് നമ്മളെല്ലാവരും ഒരു എന്താ പറയുക, സൊസൈറ്റിയിലൊരു പ്രഷറാണല്ലോ നമുക്ക്. അപ്പം പക്ഷേ ഇറ്റ് മേക്സ് സോ മച്ച് സെൻസ് ആൻഡ് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ അത് വിസിബിളാണ്. ഐ മീൻ ഞാനിപ്പം വർക്ക് ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ബേക്കിംഗ് ക്ലാസ് ആണെങ്കിലും അതിൻ്റെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, പക്ഷെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു രസമുണ്ട്. അപ്പം എനിക്കൊന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഒരു കാര്യത്തിൻ്റെ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന പോലെ നോക്കിയിട്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫൺ കിട്ടില്ല. ഇപ്പം നമ്മൾ കറങ്ങാൻ പോവുകയാണെങ്കിൽ കറങ്ങി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡാവും എന്ന് വിചാരിച്ചിട്ട് കറങ്ങാൻ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും ആ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കുക. അപ്പം രണ്ടാമത്തെ കാര്യമായിരുന്നു, ഇത് ഞാൻ പേഴ്സണലി ഒരു ഷോർട്ട് ടെമ്പേർഡ് ആളായിരുന്നു. ഇറ്റ്സ് ബിക്കോസ് ഞാൻ എല്ലാം ഭയങ്കര പേഴ്സണലി എടുക്കും. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു സട്ടിലായിട്ടുള്ളൊരു കമൻറ്റ് പറഞ്ഞാൽ പോലും അത് ഞാൻ ഭയങ്കര പേഴ്സണലി എടുക്കും. അപ്പം പെട്ടെന്ന് എന്താ ഉണ്ടായെന്നറിയില്ല, ഭഗവത്ഗീത വായിച്ചിട്ടാണോ എന്താ ആ ഒരു അവേക്കനിങ് വന്നതെന്നറിയില്ല, പക്ഷേ ഐ സ്റ്റോപ്പ് ടേക്കിംഗ് എവറിത്തിങ് പേഴ്സണലി. അപ്പം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ, ഇപ്പം ആരും ആവാം, ഓഫീസിലെ ഒരാളാവാം, വീട്ടിലെ ഒരാളാവാം, ഫാമിലി ആവാം, എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ പറയുന്ന ആളുടെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പം ഒരു കമൻറ്റ് പറയുമ്പം എന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ആയിട്ടാണോ പറഞ്ഞത് എന്ന് മാത്രമല്ല, ആ പറഞ്ഞ ആളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം പ്യുവർ ഇൻറ്റൻഷൻ ആയിരുന്നു, ഒരു രീതിയിലെയും എന്നെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു റീസൺ ആയിരുന്നില്ല എന്നെനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഐ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. ഐ വോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. അത് ദാറ്റ് ഈസ് ആക്ച്വലി മേഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇപ്പം ഞാൻ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ഒരുപാട് കാം ഡൗൺ ആയിട്ടുണ്ട്. വിച്ച് മീൻസ് ഇപ്പം ഞാൻ ഇമ്പൾസീവ് രീതിയിൽ റിയാക്ട് ചെയ്യുന്നില്ല. ആൻഡ് ദാറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇപ്പം എൻ്റെ മൂഡ് ഓക്കെ ആണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും. പക്ഷേ ഞാൻ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യണ സമയത്ത് ലൈക്ക് ആ പറഞ്ഞ ആളുടെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് പോലും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സമയമെടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം പറഞ്ഞു ഫൈൻ, ഇറ്റ്സ് ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ ടൈപ്സ്. ബട്ട് ഏജൻ്റ് ആണോന്നും അറിയില്ല കേട്ടോ. ബട്ട് ഇറ്റ് ആക്ച്വലി വർക്ക്സ്. നമ്മൾ നിങ്ങളൊക്കെ ലൈഫ് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം എന്നെ പോലെ ഷോർട്ട് ടെമ്പേർഡ് ആൾക്കാരാണെങ്കിൽ ഒരാൾ എന്ത് പറഞ്ഞാലും അയാളുടെ ആക്ച്വൽ ഇൻറ്റൻഷൻ എന്താണ്, അയാളുടെ മോട്ടീവ് എന്താണ്, നമ്മളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിൽ റിയാക്ട് ചെയ്യണം കേട്ടോ, നമ്മൾ അപ്പോൾ റിയാക്ട് ചെയ്യണം. പക്ഷെ ജെനുവൻലി അവർ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ദോഷവും വിചാരിക്കാണ്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളൊന്നും റിയാക്ട് ചെയ്യണ ആവശ്യമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ലൈഫിലെ ഓരോ ഫേസിൽ വരുമ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മാറും. ബിക്കോസ് നമ്മൾ മാറും, നമ്മുടെ ബിഹേവിയർ മാറും, നമ്മുടെ ആവശ്യങ്ങൾ മാറും. അപ്പം നമ്മൾ മാറുമ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മാറുമല്ലോ. അപ്പം നമ്മൾ ആ ഒരു
ആക്സെപ്റ്റൻസ് വേണം. അതായത് നമ്മുടെ ചില റിലേഷൻഷിപ്സ് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് അത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് മനസ്സിലാക്കിയത്. ഇവൻ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ട് അവൻ എൻ്റെ ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയായിരുന്നു. പക്ഷെ അവർ അവരുടെ ഫാമിലിയായി എന്താ പറയുക അവരുടെ എന്താ പറയുക പിള്ളേരൊക്കെ ആയപ്പം അവർ ഭയങ്കര ബിസിയായി. ആൻഡ് എനിക്ക് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന്. ഞാനത് മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ മുമ്പോട്ട് പോയി. ഐ മീൻ നമ്മൾ വേറെ വേറെ ഡയറക്ഷനിൽ പോയി. പിന്നെ കഴിഞ്ഞ ഇടയ്ക്കാണ് എന്തോ കാര്യം ഒരു കാര്യം വന്നപ്പം ഞങ്ങൾ സംസാരിച്ചത്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു ഗ്രഡ്ജോ ഒരു ഈഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മീ ഹൂ വാസ് കുക്കിംഗ് അപ്പ് തിങ്സ് മൈൻഡിൽ തന്നെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയായി എൻ്റെ ഹസ്ബൻഡ് പിള്ളേരൊക്കെ ആയപ്പം നമുക്ക് ഫ്രണ്ട്സായിട്ട് സംസാരിക്കാനോ ഫ്രണ്ട്സായിട്ട് മീറ്റ് ചെയ്യാനോ ആ ഒരു സോഷ്യൽ ലൈഫിന് വേണ്ടിയില്ല സമയത്തിൻ്റെ അല്ല ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ല. നമ്മൾ സമയമൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന പോലത്തെ ഒരു സോഷ്യൽ ലൈഫ് ആയിരിക്കില്ല നമുക്ക്. അപ്പം അതിപ്പോൾ എനിക്ക് മനസ്സിലായപ്പോഴാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്കത് കാര്യം മനസ്സിലായത്. ആൻഡ് പെട്ടെന്ന് ഐ ജസ്റ്റ് ആക്സെപ്റ്റഡ് വാട്ട് എവർ ഹാപ്പൻഡ്. ആ ഒരു ഡിസ്റ്റൻസ് വന്നതും ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ആൻഡ് ഐ ജസ്റ്റ് ഫെൽറ്റ് ഞാൻ ഒരുപാട് കാലം വെറുതെ ദേഷ്യം പിടിച്ച് എന്താ പറയുക വിഷമിച്ച് സ്ട്രെസ് ചെയ്ത് അവരോട് സംസാരിക്കാണ്ടിരുന്ന് അവരെ പറ്റി കുറേ ഞാൻ ബാക്കി ആൾക്കാരോട് പറഞ്ഞ് ലൈക്ക് ഒരു ഒരു നെഗറ്റീവ് എൻവയൺമെൻറ്റ് ഉണ്ടാക്കി, വിച്ച് വാസ് നോട്ട് നെസസറി ടു ബി ഓണസ്റ്റ്. അതാ നമുക്ക് റിയാക്ട് നമ്മൾ എന്താ പറയുക റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ റിയാക്ട് ചെയ്യും. അതായത് നമ്മൾ ആലോചിക്കാണ്ട് റിയാക്ട് ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് ആ സമയത്ത് നമുക്ക് ചെയ്യുന്നത് കറക്റ്റാണ് തോന്നും. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അയ്യോ അതെന്ത് പൊട്ടത്തരായിരുന്നു, എന്ത് മണ്ടത്തരായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. ബട്ട് ഐ എം ഹാപ്പി. ഐ എം 33 ആൻഡ് ഐ റിയലൈസ്ഡ് ദെയർസ് നോ പോയിന്റ്. എല്ലാവരും അവനവൻ്റെ ഒരു ജേർണിയിലാണ് അല്ലേ. എല്ലാവർക്കും ഒരേ ടാർഗറ്റ് ഉണ്ട്, ഒരേ ഗോൾ ഉണ്ട്. അപ്പം നമ്മൾ അവരുടെ ജേർണിയിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റേഷനിൽ കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ജേർണിയിലാണ്. അപ്പം നമ്മുടെ ടാർഗറ്റ് ഫോക്കസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാം. അപ്പം ഈ 3 കാര്യങ്ങൾ ഭയങ്കര പേഴ്സണലി എനിക്ക് ഫീലായ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞ് എത്ര പറഞ്ഞാലും തീരില്ല. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ആൻഡ് നമ്മൾ എത്രത്തോളം അതിനെപ്പറ്റി സംസാരിക്കുന്നു ഇനിയും അതിനെപ്പറ്റി പറയാൻ തോന്നും, ഇനിയും പഠിക്കാൻ തോന്നും. അപ്പം ഇതായിരുന്നു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ കേട്ടോ. ബിക്കോസ് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഇങ്ങനത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറുന്നതെന്നും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.